മന്ത്രിമാറ്റം നടക്കാത്തതിലെ അതൃപ്തി പ്രകടിപ്പിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. നേതൃയോഗത്തിലെ PC ചാക്കോയുടെ സംഭാഷണം ന്യൂസ് മലയാളത്തിന്. പാർട്ടി തീരുമാനം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്ന് ചാക്കോ. മന്ത്രിമാറ്റത്തിന് നിർബന്ധം പിടിക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചിരുന്നെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയേനെയെന്നും PC ചാക്കോ. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ, നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, അത് നടപ്പാക്കണം. അതിനപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പലതും പറയാമായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാം. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ എഴുതി വിടാവും. അർജുൻ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഈ വിഷയത്തിൽ സമവായത്തിലായതാണ്, തീരുമാനത്തിലെത്തിയതാണ് എന്നൊരു ഘട്ടത്തിൽ NCPയിൽ നിന്ന് തന്നെ വാർത്തകൾ വന്നതാണ്. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് PC ചാക്കോയുടെ വാക്കുകളിലുള്ളത്. ഇത് പാർട്ടിക്കകത്ത് സംസാരിച്ചതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ലാൽകൃഷ്ണ, തീർച്ചയായും കഴിഞ്ഞ NCPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PC ചാക്കോ നടത്തിയ സംഭാഷണം, പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയാത്തതിലുള്ള അമർഷം, അതിന്റെ പ്രതിഷേധമൊക്കെ സൂചിപ്പിക്കുന്നതാണ് PC ചാക്കോയുടെ ഈ പ്രസംഗം. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ഈ വാക്കുകളിൽ വിമർശനമുണ്ട്. പ്രധാനമായും ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണ് NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രിമാറ്റം ഘടകകക്ഷിയുടെ തീരുമാനമാണ് എന്നിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി അതിൽ ഇടപെടുന്നത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളതാണ് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകുന്നത്. അർജുൻ, തുടരാം. ലാൽകൃഷ്ണ, ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം ഉണ്ട്, അത് നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും ആ മന്ത്രിമാറ്റത്തിന് നിർബന്ധം പിടിക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ ഘടകകക്ഷികളോടുള്ള കീഴ്വഴക്കങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാമായിരുന്നു. എന്താണ് ജനാധിപത്യ മര്യാദ, മുന്നണി മര്യാദ എങ്ങനെ പാലിക്കണമെന്നൊക്കെ തനിക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സംസാരിക്കുകയായിരുന്നെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയേനെ എന്നാണ് ഈ പ്രസംഗത്തിൽ PC ചാക്കോ പറയുന്നത്. അതിനപ്പുറത്തേക്ക് തനിക്ക് പറയാമായിരുന്നെങ്കിലും താൻ ഒന്നും പറഞ്ഞില്ല. ഈ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ആ ഘട്ടത്തിൽ തൃപ്തനായി തിരിച്ച് വരികയാണ് ഉണ്ടായതെന്നാണ് PC ചാക്കോ സൂചിപ്പിക്കുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് PC ചാക്കോയായിരുന്നു. ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ കണ്ട് ഇത് നിർബന്ധമായി നടപ്പാക്കണമെന്ന് കടംപിടുത്തം PC ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കടുത്ത എതിർപ്പാണ് ഇക്കാര്യത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയാതെ പോയത്. ശശീന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പാർട്ടിയുടെ തീരുമാനമായിട്ട് കൂടിയും താൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തനിക്ക് ആ കാര്യം നേടിയെടുക്കാൻ കഴിയാത്തതിലുള്ള അമർഷം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന പ്രസംഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിമർശനം എന്ന നിലയ്ക്ക് കൂടി കാണണം. അതായത് ജനാധിപത്യ മര്യാദ എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തനിക്ക് സംസാരിക്കാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി, മുഖ്യമന്ത്രി നെഞ്ചത്ത് നോക്കി സംസാരിച്ചിരുന്നെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയേനെ. അതിനൊന്നും താൻ മെനക്കെട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉള്ളത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് കൂടിയും അക്കാര്യത്തിൽ നിർബന്ധം പിടിക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആ മറുപടിയിൽ തൃപ്തരാകുകയും ആ തീരുമാനം വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെന്ന് സൂചിപ്പിക്കുകയാണ് PC ചാക്കോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ആ പ്രശ്നം തീരുന്നില്ല. അതിലുള്ള അമർഷവും പ്രതിഷേധവും NCP സംസ്ഥാന അധ്യക്ഷനും ചില ആളുകൾക്കും ഇപ്പോഴും ഉണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഈ പ്രസംഗം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനത്തിൽ പോലും മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണല്ലോ PC ചാക്കോയുടെ വാക്കുകളിലൂടെ വരുന്നത്. ഇത് NCPയിൽ അടുത്ത പൊട്ടിത്തെറിക്ക് ഉള്ള സാധ്യതകൾക്ക് വഴി തുറക്കുന്നുണ്ടോ?
സ്വാഭാവികമായും അതിനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഇത് NCPയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ അദ്ദേഹം നടത്തിയ പരാമർശമാണ്. അതുകൊണ്ട് തന്നെ എതിർ വിഭാഗമാണ് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുകയും അത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ NCPയിലെ PC ചാക്കോയും അതോടൊപ്പം തന്നെ ശശീന്ദ്രൻ പക്ഷവും രണ്ട് വിഭാഗമായി ഏറെ നാളായി ഏറ്റുമുട്ടുകയാണ്. ശശീന്ദ്രൻ വിഭാഗത്തെ മാറ്റണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ഉന്നയിക്കുകയും അതിനുവേണ്ടിയുള്ള വലിയ സമ്മർദ്ദം, ഇനി സമ്മർദ്ദം ചെലുത്താൻ വേറെ വഴികളൊന്നുമില്ലാത്ത തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് PC ചാക്കോ. പക്ഷേ അത് അനുകൂലമായി തീരുമാനമുണ്ടാക്കുകയോ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ എത്തിക്കാനോ PC ചാക്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ നിലയ്ക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റ് എതിർ വിഭാഗത്തിനാണെങ്കിൽ അത് വലിയ ആത്മവിശ്വാസവും കരുത്തും ശശീന്ദ്രൻ വിഭാഗത്തിന് നൽകുന്നുമുണ്ട്. കാരണം PC ചാക്കോ ഇത്രയും പരിശ്രമിച്ചിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ ഒറ്റ വാക്കിന് പുറത്ത് ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് പ്രബലനായി തുടരുകയാണ്. അത് PC ചാക്കോയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ പരാമർശത്തിൽ ആത്മവിമർശനം എന്ന രീതിയിൽ കൂടിയാണ് PC ചാക്കോയുടെ ശബ്ദത്തെ നമ്മൾ കാണേണ്ടത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PC ചാക്കോ സംസാരിച്ച കാര്യങ്ങളാണ് പുറത്തു വന്നത്. പാർട്ടി തീരുമാനമായിരുന്നിട്ട് പോലും അതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് PC ചാക്കോയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്.